ഹായ് ഹലോ അബീസ് അക്വേറിയത്തിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. അതിതേ ഇന്ന് സാധിച്ചു. അതാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അതിനു വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുറച്ച് സോയിൽ, പലതരത്തിലുള്ള ലൈവ് പ്ലാന്റ്സ്, ഡ്രിഫ്റ്റ് വിട്ട്, പിന്നെ ഏറ്റവും ആവശ്യം ഒരു ഗ്ലാസ് ടാങ്ക്. അത് ഞങ്ങൾ തന്നെയാണ് പണിത്. 2 അടി നീളവും 1 അടി വീതി 1 അടി ഉയരം. അതിൻ്റെ പിറകിലായി ഒരു ബ്ലാക്ക് സ്റ്റിക്കറും ഞങ്ങൾ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇത് പ്ലാന്റ് ബേസ്. ഇത് പ്ലാന്റ്സ് എല്ലാം വളരാൻ വേണ്ടിയിട്ട് വളരെ ഫലപ്രദമാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എല്ലായിടങ്ങളിലും ഒരുപോലെ ആക്കാം. ഒരേ ലെവലായിരിക്കണം മൊത്തത്തിൽ. ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും. അടുത്ത ആമസോൺ സോയിൽ. ഇതും ചെടികൾക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ്. ഏതാണ്ട് 2 പാക്കറ്റ് ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 5 kg ഉണ്ട്. അടുത്ത പാക്കറ്റും ഇട്ടു. ഇനി നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്യാം. എല്ലായിടത്തും ഒരേപോലെ ആക്കാം. എല്ലായിടത്തും ഏതാണ്ടെല്ലാം ഒരുപോലെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സോയിൽ ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കൊരു ഡ്രിഫ്റ്റ് ഇട്ട് ഞങ്ങൾ റെഡിയാക്കുവാണ്. ഞാൻ ആദ്യമായാണ് ഇങ്ങനെയെല്ലാം ഡ്രിഫ്റ്റ് ഇട്ടൊക്കെ റെഡിയാക്കുന്നത്. ഈ പ്ലാന്റ്സ് ഏതാണ്ടുള്ളതെല്ലാം ആദ്യമായാണ് ഞാൻ കാണുന്നത് പോലും. എന്നാലും വളരെ ഹാപ്പിയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ ഇത്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും വളരെ സന്തോഷം. നമ്മുടെ ആ മോസസൊക്കെ നമ്മൾ ത്രെഡ് കൊണ്ട് അതിലേക്ക് ആ ഡ്രിഫ്റ്റിൻ്റെ ആ ബ്രാഞ്ചസിലേക്ക് നമ്മൾ പിടിപ്പിക്കുവാണ്. വളരെ സ്ലോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ അതെല്ലാം പൊട്ടിപ്പോകും. നമ്മുടെ ഡ്രിഫ്റ്റ് ഇട്ട് ഇവിടെ റെഡിയായി. നമ്മുടെ അക്വേറിയം ടാങ്കിലേക്ക് അതിനെ ഫിക്സ് ചെയ്യുവാന്നേ. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ സാദാ സോയിൽ, അതും ഒരു 5 കിലോയോളം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ആമസോൺ സോയിൽ ഇട്ടതുപോലെ ഒരേ ലെവലിനല്ല ഇതിലേക്ക് ഇടുന്നത്. ഇതൊരല്പം വ്യത്യസ്തമായാണ് അറേഞ്ച് ചെയ്യുന്നത്. പലയിടങ്ങളിലും ഇങ്ങനെ കൂന പോലെ കൂട്ടിയും ചിലയിടങ്ങളിൽ കുറച്ച് താഴ്ത്തിയൊക്കെ. ആ കോർണറിൽ ഒരല്പം കുന്നുപോലെ ആക്കാനും താഴേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കൊടുക്കാനുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിതുപോലെ അക്വേറിയമൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇവിടെ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അബി ഇടയ്ക്കിടയ്ക്ക് വരും, എന്തായി എന്ന് അന്വേഷിക്കും. നമ്മുടെ സോയിലൊക്കെ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതേ പ്ലാന്റ്സ് അതിലേക്ക് വെക്കുവാണ്. പല വെറൈറ്റി ഉണ്ട്. 7 or 8 തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ മേടിച്ചു. അതെല്ലാം ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞങ്ങളൊരു ചെറിയ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് മേടിച്ചു. ഇതാണ് മേൽഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്കിനിയും കുറച്ചുകൂടി പ്ലാന്റ്സൊക്കെ വെക്കാനുണ്ട്. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം ഡയറക്റ്റ് ഒഴിക്കല്ലോ കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിലേക്ക് മെല്ലെ ഒഴിക്കാം. അധികം സ്പീഡൊന്നും പാടില്ല. അധികം സ്പീഡായി നമ്മുടെ സോയിലൊക്കെ മിക്സായി കലങ്ങിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ടാങ്ക് നിറയ്ക്കാൻ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം ഞങ്ങളെടുത്തു. അത്രയും സ്ലോലിയാണ് ഞങ്ങളിതിലേക്ക് വെള്ളം നിറച്ചത്. പക്ഷെ ഞങ്ങളിത് നിറഞ്ഞ് വരുന്നതോറും കാണാൻ വളരെ ത്രില്ലിലായിരുന്നു.
ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇതുപോലൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആകാംക്ഷ മുഴുവൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. പ്രത്യേകിച്ച് നമ്മുടെ അബിക്കുട്ടൻ. അവൻ എപ്പോഴും വന്ന് ചോദിക്കും, എന്തായി, ഓക്കെ ആണോ, സെറ്റായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ. നമ്മുടെ വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്. വളരെ പതിയാണ് ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നത്. ചെടികൾക്കൊന്നും ഇളക്കാൻ തട്ടാതെ വളരെ സ്ലോലി. ഏതാണ്ട് നമ്മുടെ ടാങ്ക് നിറയാറായിട്ടുണ്ട്. നിറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇത് കാത്തിരുന്ന ഒരാൾ ഇപ്പോൾ വരും. അബി പറഞ്ഞു സൂപ്പറാന്ന്. അവന് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്